26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. മൺസൂൺ ബമ്പർ ലോട്ടറിയും എടുത്ത് ഭാഗ്യം കാത്തിരിക്കുന്നവർ നിരവധിയാണ്. ഇത്തരത്തിൽ കേരളത്തിന് പുറമെ അന്യസംസ്ഥാനക്കാരും ലോട്ടറികളിൽ പരീക്ഷണം നടത്താറുണ്ട്. 10 കോടി രൂപ ഒന്നാം സമ്മാനമായി എത്തിയ മൺസൂൺ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നാളെയാണ്. സമയം കളയണ്ട, ഇനിയുമുണ്ട് കോടീശ്വരനാകാൻ. അതെ, മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ ഭാഗ്യം നാളെയാണ് അറിയാൻ സാധിക്കുക. മൺസൂൺ ബമ്പർ ലോട്ടറി എടുത്ത് ഭാഗ്യം കാത്തിരിക്കുന്നവരായിരിക്കും മിക്കവരും. ഇത്തരത്തിൽ കേരളത്തിനകത്തു മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള അന്യസംസ്ഥാനക്കാരും ലോട്ടറികളിൽ വലിയ പരീക്ഷണമാണ് നടത്തുന്നത്. 10 കോടി രൂപ ഒന്നാം സമ്മാനവും എത്തിയ മൺസൂൺ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നാളെയാണ് നടക്കുന്നത്. ശ്രദ്ധിക്കുക, സമയം കളയും തോറും നഷ്ടമാകുന്നത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന കോടികൾ തന്നെ. ഇതിനകം ബമ്പർ ലോട്ടറി തകൃതിയായി വിൽപ്പന നടക്കുകയാണ്. അന്യസംസ്ഥാനക്കാരായ ഒട്ടനവധി ആളുകൾ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ നാട്ടിലേക്ക് എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ഓരോ വർഷവും ഒട്ടനവധി ബമ്പർ ലോട്ടറികളാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് വിപണിയിലെത്തിക്കുന്നത്. ഓണം ബമ്പർ, ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ, വിഷു ബമ്പർ, സമ്മർ ബമ്പർ, മൺസൂൺ ബമ്പർ എന്നിവയാണവ. ഇതിൽ ഓണം ബമ്പറിനാണ് ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ളത്. കഴിഞ്ഞ വർഷം വരെ 25 കോടി രൂപയായിരുന്നു സമ്മാനം. എന്നാൽ ഇത്തവണ ഓണം ബമ്പർ 30 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ഭാഗ്യശാലിക്ക് നൽകുന്നത്. എന്നാൽ മൺസൂൺ ബമ്പറിനാകട്ടെ 10 കോടി രൂപയാണ്. 250 രൂപയാണ് ടിക്കറ്റിന്റെ വില. മാത്രമല്ല, ഒട്ടനവധി മറ്റ് സമ്മാനങ്ങളും ഇതിലൂടെയുണ്ട്. ബമ്പറിന്റെ അവസാന സമ്മാനമാണ് 250 രൂപ. അത് 1,37,700 പേർക്കോളം ലഭിക്കുമെന്നതിൽ ആർക്കും തന്നെ നിരാശരാകേണ്ടതില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പുള്ളത്. മെയ് 25-നായിരുന്നു ബമ്പറിന്റെ വിൽപ്പന തുടങ്ങിയത്. BR 110 നമ്പർ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറി MA, MB, MC, MD, ME എന്നിങ്ങനെ 5 പരമ്പരകളിലായി ടിക്കറ്റുകൾ ലഭ്യമാകുന്നുണ്ട്. ഒന്നാം സമ്മാനമായി 10 കോടി രൂപ ഭാഗ്യശാലിക്ക് ലഭിക്കും. ഒന്നാം സമ്മാനാർഹമായ അതേ നമ്പറിലെ മറ്റ് 4 പരമ്പരകൾക്കായി 1 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. 4 സമാശ്വാസ സമ്മാനങ്ങളുമുണ്ട്. രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്ക് ലഭിക്കും. നാലാം സമ്മാനമാകട്ടെ 3 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്കാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സീസണിൽ ബമ്പർ നറുക്കെടുപ്പുകളിലൊന്നായ മൺസൂൺ ബമ്പറിന്റെ വിൽപ്പന ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ലോട്ടറി വിജയികളിൽ നിന്ന് 30% നിരക്കിൽ നികുതി ഈടാക്കുന്നുണ്ട്. ലോട്ടറി വിജയികളിൽ നിന്ന് കേരള സർക്കാർ അധിക നികുതിയൊന്നും ഈടാക്കുന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതിയിൽ ഉൾപ്പെടുത്തിയാണ് നികുതി എടുക്കുന്നത്. 1961 IT നിയമത്തിലെ സെക്ഷൻ 56 പ്രകാരമാണ് ഇത്തരത്തിൽ മാറ്റം വന്നത്. ആദായ നികുതി പ്രകാരം ലോട്ടറി ഉടമ സമ്മാന നികുതിയെ 30%, 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും കൂടിയാൽ 35.88% നികുതി വിജയികൾ നൽകണം. മൺസൂൺ ബമ്പറിന്റെ 10 കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നതെങ്കിലും ഈ 2 നികുതികളും ചേർത്ത് 3,58,80,000 രൂപ സമ്മാനത്തിൽ നിന്ന് പോകും. 6,41,00,000 രൂപയാണ് ഇതിനുശേഷം ബാക്കിയുണ്ടാകുന്നത്. എന്നാൽ സമ്മാനത്തുകയുടെ 10% ഏജന്റ് കമ്മീഷൻ നൽകണം. അതായത് 10 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 1 കോടി രൂപ. ഇതും കഴിഞ്ഞാൽ പിന്നെ 5,41,00,000 രൂപയാണ് കയ്യിലുണ്ടാകുക. 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ നൽകേണ്ട സർചാർജായ 10%, അതായത് 1 കോടിക്കടുത്തും നിങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.